മിനിറ്റ്, ഞാനിപ്പോ വരാം. വേണ്ട, ഞാൻ തിരികെ എത്തി. എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഡ്രൈവറില്ലായിരുന്നെങ്കിൽ ഈ ചിന്നു ഈ ലോകത്തുണ്ടാവുമായിരുന്നില്ല. എന്നാലും എന്നെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ ഈ ഡ്രൈവർ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതി, ആഗ്രഹിച്ചു. പക്ഷേ സീതേ, അതിവിടെ വെക്ക്. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ആഗ്രഹിച്ചു പോയതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ ഒരു ചടങ്ങ് നടക്കുമല്ലേ, ആ സമയത്ത് ഇയാളിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞാൻ ദക്ഷയെ കെട്ടാൻ പോകുന്ന കാര്യം ചിന്നു അറിഞ്ഞു കാണൂ. എന്നിട്ടും എന്നോടിങ്ങനെ പുഞ്ചിരിച്ച് സംസാരിച്ചു നിൽക്കാൻ ചിന്നുവിന് പറ്റുന്നുണ്ടല്ലോ. ഈശ്വര, ഇതെങ്ങനെ രമ മാഡം കണ്ട? എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോ ഇവിടെ ഏറ്റവും ആവശ്യമുള്ള ആള് ഡ്രൈവർ പയ്യനാ. ആ തിരക്കെല്ലാം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ഡ്രൈവർ പയ്യനോട്, അല്ല മാഷിനോട് ഒരു പരാതിയും പരിഭവവും ഇല്ല. ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വായിക്കാനായി ഞാൻ എഴുതി വെച്ചിട്ടുള്ള എന്റെ മനസ്സിന് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാ, കാര്യങ്ങളാ. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാള് വായിച്ചറിയേണ്ട ചില കാര്യങ്ങൾ.